അതുപോലെ പാലസ്തീനയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കവിതകൾ എഴുതാനൊക്കെ കഥകൾ എഴുതാനൊക്കെ ഇഷ്ടംപോലെ സാഹിത്യകാരന്മാര് സാംസ്കാരിക നായകരെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയിട്ട് മുനമ്പത്തുകാർക്ക് വേണ്ടി എത്ര പേര് കവിതകളാ ഇങ്ങനെ പറഞ്ഞ എത്ര പേര് ഉണ്ടായെന്നറിയില്ല. അവരൊക്കെ വടക്ക് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ അവിടേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് സംസാരിക്കാനും കവിത എഴുതാനും ഒക്കെ ഭയങ്കര ഉത്സാഹമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരാൻ നേരത്ത് അവരുടെ വായിൽ പഴം തിരികെ വെച്ചേക്കുന്നത്. ഞാൻ ഈ മുനമ്പഹാർബൽ പണികൾ ചോട്ടുതൊഴിലാളിയാണ്. വലുതായിട്ട് എഴുതാനൊന്നും അറിയില്ല. പക്ഷെ നിങ്ങളുടെയൊക്കെ ഈ സമരവീര്യം കാണാൻ നേരത്ത് സത്യം പറഞ്ഞാല് എന്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ട്. അതൊരു കവിത പോലെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. കാരണം നിങ്ങളൊക്കെ ഞങ്ങൾക്ക് തരണത് ഊർജ്ജം എന്ന് വെച്ചാൽ ചെറിയൊരു ഊർജ്ജം എന്നല്ല. കാരണം ഇത്രയും പ്രായമായ ആളുകള് ഇങ്ങനെ സ്വന്തം നാടിനു വേണ്ടി തന്റെ മക്കൾക്ക് വേണ്ടി പേരക്കുട്ടികൾക്ക് വേണ്ടി അവർക്ക് സമാധാനത്തോട് സന്തോഷത്തോടെയൊക്കെ ജീവിക്കാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ സമരം ചെയ്യണ കാണാൻ നേരത്ത് നിങ്ങളൊക്കെ ചെറിയ പിള്ളേരുടെ ഭാഷ പറഞ്ഞ നിങ്ങൾക്ക് പൊള്ളിയാണ്. അപ്പൊ ഏതായാലും ഞാൻ എഴുതിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഞാൻ ഇങ്ങനെ +2 വരെ പഠിച്ചിട്ടുള്ളൂ. അത് എന്റെ മനസ്സിൽ തോന്നിയൊരു ഇതാണ്. നീതിക്കു വേണ്ടി നമുക്കു തീയാവാം, നാളേക്കു വേണ്ടി നമുക്കു വാളേന്താം, നാടിന്റെ നറുമണം ചോരാതെ കാക്കാം, നാട്യങ്ങളില്ലാതെ ഒന്നായി പൊരുതാം, വഖഫെന്ന വിഷവിത്ത് വളരാതെ നോക്കാം, വളമതിന്നേകുന്നവരെ തുരത്താം, വിരലിൽ പതിയുന്ന മഷിയുണ്ട് കൂട്ട്, വിധി നൽകുവാനുള്ള അധികാരമുണ്ട്, മുനമ്പം വിതുമ്പിക്കരയില്ല കേട്ടോ, മുനയുള്ള പ്രതിഷേധ ശരമുണ്ടതോർത്തോ, മയങ്ങിക്കിടക്കുന്നവർ കണ്ടുകൊള്ളുക, മുഴങ്ങുമി പോരാട്ട വീര്യപ്രകാശം, കടലമ്മ മുത്തം കൊടുക്കുന്ന മണ്ണിനെ കളയില്ല വിട്ടു കൊടുക്കില്ല ഞങ്ങൾ, കനവേറെ കണ്ടു പടുത്തുയർത്തിപ്പോന്ന കൂരയ്ക്കു വേണ്ടി പൊരുതിടും ഞങ്ങൾ, നീതിക്കു വേണ്ടി നമുക്കു തീയാവാം, നാളേക്കു വേണ്ടി നമുക്കു വാളേന്താം, നാടിന്റെ നറുമണം ചോരാതെ കാക്കാം, നാട്യങ്ങളില്ലാതെ ഒന്നായി പൊരുതാം, നാട്യങ്ങളില്ലാതെ ഒന്നായി പൊരുതാം. താങ്ക് യു.